ഇതാണോ മാടമ്പിള്ളിയിലെ മാനസിക രോഗിയെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എൻ്റെ ജേർണലിംഗ് സപ്ലൈസൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഹോബിയാണ് കേട്ടോ ജേർണലിംഗ്. പല സ്ഥലത്ത് ഞാൻ പോകുമ്പോഴും ഇതൊന്നുമില്ലെങ്കിലും എൻ്റെ സന്തത സഹചാരിനെ പോലെ ഞാൻ കൊണ്ടുപോകുന്നതാണ് ജേർണലിംഗ് ഡയറി. ഇതെൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ജേർണലിംഗ് ഡയറിയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നും ഞാൻ ഇത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോയെന്ന്. ദേ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഈ പുസ്തകം, അതിപ്പോൾ വലുതായി. ഇത് ഇക്കൊല്ലത്തെ ജേർണലിംഗ് ഡയറിയാണ് കേട്ടോ. പിന്നെ കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അല്ലാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വാങ്ങിച്ചതൊന്നുമല്ല. എനിക്ക് പണ്ട് മുതലേ ജേർണലിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഇതിലെല്ലാതും ഒരു 300 രൂപയ്ക്ക് താഴെയുള്ള ഐറ്റംസേ ഉള്ളൂ. എല്ലാം വളരെ അഫോർഡബിളാണ്. മീഷോന്നൊക്കെ പ്രൈസ് കുറവ് കാണുമ്പോൾ ഞാൻ വാങ്ങിക്കുന്നതാണ്. പിന്നെ എനിക്ക് ഗിഫ്റ്റിങ്ങും ഭയങ്കര ഇഷ്ടമാണ്. അതുമല്ല എൻ്റേതായിട്ടുള്ള അലങ്കോല പണികളും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനും കൂടെ വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊന്നും ജേർണലിങ്ങിന് വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ എൻ്റെ ജങ്ക് ജേർണലിങ്ങും ഡൂഡിലിങ്ങും എൻ്റെ ഇമോഷൻസും എല്ലാതും ഞാൻ ഒരൊറ്റ ഡയറിയിലാണ് ഒരു വർഷത്ത് ഒതുക്കുന്നത്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പറ്റുന്നതൊക്കെ ഞാൻ DM ചെയ്യാം കേട്ടോ.